ഹലോ ഓൾ, വെൽക്കം ബാക്ക്. മാർക്കറ്റിംഗ് ഓട്ടോമേഷനെ കുറിച്ചുള്ള 2 വീഡിയോസുകൾ നമ്മൾ ചെയ്തു. 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാർക്കറ്റിംഗ് ഓട്ടോമേഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്സപ്പിനെ എങ്ങനെ നിങ്ങളുടെ മാർക്കറ്റിങ്ങിലെ ഓട്ടോമേഷൻ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന വാട്സപ്പ് എന്നുള്ളത് ഒരു യൂസർ ഉപയോഗിക്കുന്ന വാട്സപ്പാണ്. നമ്മൾ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് പരസ്പരം നമ്പർ സേവ് ചെയ്താൽ മാത്രം ബ്രോഡ്കാസ്റ്റുകൾ അയക്കാൻ വേണ്ടി പറ്റുന്ന, വാട്സപ്പ് കോളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാട്സപ്പിനെ കുറിച്ചാണ്. ദെൻ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് ഉപയോഗിക്കുന്ന വാട്സപ്പ് ബിസിനസ്സിനെ നിങ്ങൾക്കറിയാം. ഇത് രണ്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 വാട്സപ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ്. എന്നാൽ ഇതിനും അപ്പുറത്തോട്ട് 3ാമതൊരു വാട്സപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വാട്സപ്പിൻ്റെ API സർവീസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു വലിയ ബിസിനസ് ആവുന്നിടത്ത്, ഒരു ലാർജ് സ്കെയിൽ ഒരു എൻ്റർപ്രൈസസ് ഒക്കെ ആയി മാറുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന മുഴുവൻ മെസ്സേജസുകളെയും നിങ്ങളുടെ സാധാരണ വാട്സപ്പ് അക്കൗണ്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബിസിനസ് ഫീച്ചേഴ്സിലേക്ക്, വാട്സപ്പ് APIയിലേക്കൊക്കെ മാറേണ്ടി വരിക. വാട്സപ്പ് API സർവീസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് മെറ്റ ബിസിനസ് മാനേജർ വെരിഫൈഡ് ആവുക എന്നുള്ളതാണ്. എന്താണ് മെറ്റ ബിസിനസ് മാനേജർ? നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റയുടെ പല പ്രോഡക്റ്റുകളിലും ബിസിനസ് ആവശ്യാർത്ഥം നമ്മൾ റൺ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സുകളും ബിസിനസ്സിൻ്റെതായ എല്ലാ സർവീസസുകളും മെറ്റ നിങ്ങൾക്ക് നൽകുന്നത് മെറ്റയുടെ ബിസിനസ് മാനേജറിലൂടെയാണ്. ഇനി ഈ വീഡിയോ കാണുന്ന പലർക്കും എനിക്കറിയാം മെറ്റയുടെ ബിസിനസ് മാനേജർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെറ്റ ബിസിനസ് മാനേജർ ഉപയോഗിക്കാത്ത ബിസിനസ് ഓണേഴ്സൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, നിങ്ങൾക്ക് പുതുതായിട്ടൊരു മെറ്റ ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട്, നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാവുമായിരിക്കുമല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് business.facebook.com/overview നമ്മളൊരു പുതിയ ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പേജിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം കൃത്യമായിട്ട് കൊടുക്കുക, ഫുൾ ക്യാപ്ഷനിൽ കൊടുക്കാതിരിക്കുക. എക്സാക്ട്ലി നിങ്ങളുടെ ബിസിനസ് നെയിമും ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ്സിൻ്റെ നെയിം എന്ന കോളത്തിൽ വെക്കേണ്ടത്. രണ്ടാമത്തേത് നിങ്ങളുടെ പേരും ഒരു ബിസിനസ് ഇമെയിൽ ID ആണ്. വെരിഫിക്കേഷന് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്കൊരു ബിസിനസ് മാനേജർ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ബിസിനസ് മാനേജറിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ ബിസിനസ് മാനേജറിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ business.facebook.com പോകുന്നു. ഓവർവ്യൂ എന്നുള്ളത് പുതിയൊരു ബിസിനസ് മാനേജറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എങ്കിൽ എനിക്ക് ഓൾറെഡി ഉള്ള എൻ്റെ ബിസിനസ് മാനേജറിലേക്ക് ഞാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് മെറ്റയുടെ ബിസിനസ് മാനേജറിൻ്റെ സെറ്റിങ്സിൻ്റെ ഹോം പേജ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എനിക്ക് ഒരുപാട് ബിസിനസ് മാനേജറുകളുണ്ട്. ഞാൻ എൻ്റെ കോഡ് ക്യൂബ്സ് അല്ലെങ്കിൽ CDയുടെ ബിസിനസ് മാനേജറിലേക്ക് ഞാൻ പോകുന്നു. ബിസിനസ് സെറ്റിങ്സിലേക്ക് പോകുന്നു. നമുക്ക് വേണ്ടത് വാട്സപ്പിൻ്റെ API സർവീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ ബിസിനസ് മാനേജറിലേക്ക് ലോഗിൻ ആവുന്നു. ഇതൊക്കെയും എൻ്റെ കൂടെ ഈ ബിസിനസ് മാനേജർ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ബിസിനസ് മാനേജറിൻ്റെ താഴെ ബിസിനസ് ഇൻഫോയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാനിതിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിരിക്കുന്നു. ഇമെയിൽ ID, വെബ്സൈറ്റ്, അതുപോലെ എൻ്റെ ബിസിനസ് ലീഗൽ നെയിം, എക്സാക്ട്ലി എൻ്റെ ലീഗൽ നെയിം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. സോ വൺസ് യുവർ ബിസിനസ് മാനേജർ അക്കൗണ്ട് ഈസ് റെഡി, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബിസിനസ് മാനേജർ നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടണം എന്നുള്ളതാണ്. അത് നമുക്ക് സെക്യൂരിറ്റി സെൻറ്ററിലോട്ടാണ് പോകാനുള്ളത്. സെക്യൂരിറ്റി സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ ബിസിനസ് മാനേജർ വെരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ എൻ്റെ സ്ക്രീനിൽ ഞാൻ നേരത്തെ വാട്സപ്പ് API ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വെരിഫൈഡ് ആണ്. ഇനി എൻ്റെ മറ്റൊരു ബിസിനസ് മാനേജർ, എൻ്റെ അക്കൗണ്ടിൽ തന്നെയുള്ള മറ്റൊരു ബിസിനസ് മാനേജറിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുന്നു. എഗെയിൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ബിസിനസ് ഇൻഫോ കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കുന്നു. ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് ഇൻഫോ മുഴുവനായിട്ടും വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവനും ഫില്ല് ചെയ്തിരിക്കുന്നു. ഞാനതിൻ്റെ സെക്യൂരിറ്റി സെൻറ്ററിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വെരിഫിക്കേഷൻ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എനിക്ക് എലിജിബിൾ ആണ്. എൻ്റെ പെൻഡിങ് സബ്മിഷൻസ് എന്നാണ് വെരിഫിക്കേഷൻ കാണുന്നത്. കണ്ടിന്യൂ കൊടുക്കുന്നു. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. ബിസിനസ് ഡീറ്റെയിൽസിൽ കൊടുക്കുക എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ പാൻ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എൻകോർപ്പറേഷൻ്റെ ഡീറ്റെയിൽസുകളോ ലീഗൽ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളും ഈ ബിസിനസ്സുമായിട്ടുള്ള ബന്ധം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമെയിൽ IDയും ഫോൺ നമ്പറും റെഡിയായി നിൽക്കുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ബിസിനസ് മാനേജർ വെരിഫൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പരമാവധി 24 മണിക്കൂറിനകമൊക്കെ നിങ്ങളുടെ ബിസിനസ് മാനേജർ വെരിഫൈ ചെയ്ത് കിട്ടുന്നുള്ളതാണ്. വൺസ് ബിസിനസ് മാനേജർ വെരിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഏതെങ്കിലും ഒരു വാട്സപ്പ് API ഓട്ടോമേഷൻ ടൂളുകൾ സർവീസ് പ്രൊവൈഡർമാരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ടൂൾസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോപ്പുലർ ആയിട്ടുള്ള ടൂളുകളാണ് വാട്ടി, ഇൻറ്ററാക്ട്, AI സെൻസി, അങ്ങനെ ഒരുപാട് ടൂളുകൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരു ടൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാട്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാട്സപ്പ് ടീം ഇൻബോക്സ് എന്നാണ് പറയുക. Clear.ai എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് വാട്ടി എന്നുള്ളത്. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നതും വാട്ടി തന്നെയാണ്. വാട്ടി മാത്രമല്ല മറ്റു പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക്
വാട്സപ്പ് API സർവീസിൻ്റെ ഓട്ടോമേഷൻ ആവശ്യാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പ് APIയിൽ നമ്മൾ വാട്ടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിനും വാട്സപ്പിനും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. വാട്സപ്പ് APIയുടെ ഓട്ടോമേഷൻ ടൂളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. പ്രൈസിങ് കാണാൻ വേണ്ടി പറ്റും. ഗ്രോത്ത് പ്ലാൻ, പ്രോ പ്ലാൻ, ബിസിനസ് പ്ലാൻ ഒക്കെ. ഒരു വാട്സപ്പിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നിലധികം പേരെ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ബ്രോഡ്കാസ്റ്റ്, അവർ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരിലേക്ക് മെസ്സേജസുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊരു ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യാൻ, മാർക്കറ്റിങ്ങിലൂടെ അയാളുടെ പിറകെ നടക്കാൻ, അബണ്ടൻറ്റ് കാർട്ടിൻ്റെ മെസ്സേജസുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് API ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓർഡർ കൺഫർമേഷന് വേണ്ടി, റിട്ടേൺ വന്നു കഴിഞ്ഞാൽ, റീഫണ്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഫോളോ അപ്സുകൾ എടുക്കാനൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന CRM, അങ്ങനെ തുടങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു ടൂളുകളും മറ്റു വെബ്സൈറ്റും ആപ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രൈസിങ് നോക്കുക, 1999. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസിംഗ് ആണ് വാട്സപ്പിൻ്റേത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് AI സെൻസിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എനിവേ, ബിസിനസ് മാനേജർ വെരിഫൈ ചെയ്യുന്നു, വാട്സപ്പ് API സർവീസ് പ്രൊവൈഡർമാരുടെ കയ്യിൽ നിന്നും നമ്മളിത് പർച്ചേസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് മറ്റു വാട്സപ്പ് പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാത്ത, അതായത് വാട്സപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ നിങ്ങൾക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ CDയുടെ നമ്പർ ആണെങ്കിൽ അവസാനം ഈ കാണുന്ന 1234 എന്ന് എൻഡ് ചെയ്യുന്ന ഞങ്ങൾ ആദ്യം ആരംഭിച്ചപ്പോഴും സാധാരണ വാട്സപ്പൊക്കെയാണ് ഉപയോഗിച്ചത്. ഇന്ന് ഞങ്ങളുടെ മെസ്സേജസുകളൊക്കെ ഒരുപാട് മാനേജ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റും ഞങ്ങളുടെ ഉപയോഗിക്കുന്ന മറ്റു LMSഉം ERP ഒക്കെ ആയിട്ട് വാട്സപ്പിനെ കണക്ട് ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും വാട്സപ്പ് ബിസിനസ് API ആണ്. ബ്ലൂ ടിക്ക് കാണാൻ വേണ്ടി പറ്റും, വെരിഫൈഡ് ആണ്. നേരത്തെ ഇത് ഗ്രീൻ കളറിലായിരുന്നു, റീസെൻ്റ്ലി ആണ് ഇത് ബ്ലൂ കളറിലേക്ക് മാറിയത്. നിങ്ങളൊരു ഹായ് മെസ്സേജ് അയച്ചാൽ പോലും നിങ്ങൾക്ക് ചാറ്റ് ബോട്ട് പോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും ബ്രൗഷർ ഡൗൺലോഡ് ചെയ്യാനും, സ്കോളർഷിപ്പ്, പ്ലേസ്മെൻറ്റ്സ്, അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ CDയുടെ വാട്സപ്പിലേക്ക് വന്ന ഒരു യൂസർ, ഒരു കസ്റ്റമർ, ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു എൻക്വയറി മെസ്സേജസുകൾ ചെയ്യുന്നത്, അതിനൊക്കെയും പ്രോപ്പറായിട്ട് ഈ ചാറ്റ് ബോട്ട് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളിതിനൊക്കെ ബാക്ക്-എൻഡ് കാണാം. വാട്സപ്പ് API സർവീസുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മാനേജറിലേക്ക്, നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ബിസിനസ് മാനേജറിലേക്ക് ലോഗിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വാട്സപ്പ് APIയുടെ ഡാഷ്ബോർഡിലേക്ക് ആക്സസ് വരുന്നുള്ളതാണ്. ഞാനിവിടെ ഞാൻ ഉപയോഗിക്കുന്ന വാട്ടിയുടെ സ്ക്രീനിലേക്ക് പോവുകയാണ്. കാണാൻ വേണ്ടി സാധിക്കും ടീം ഇൻബോക്സ്. നിങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വാട്സപ്പ് നമ്പറിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ അനലിറ്റിക്സും നിങ്ങൾക്ക് കാണാം. എത്ര മെസ്സേജസുകളാണ് വന്നത്, എന്തൊക്കെയാണ് റിപ്ലൈ പോയത്, അതല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് സാധാരണ വാട്സപ്പ് ആണെങ്കിൽ ഒരു കാരണവശാലും അതിലെ മെസ്സേജസുകളെയും അതിനെ റിപ്ലൈ സെൻഡ് ചെയ്തതിനെയും കൗണ്ടോ ഓപ്പൺ ടിക്കറ്റ്സുകളോ സോൾവ് ചെയ്തതൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ടീം ഇൻബോക്സ് വളരെ വലിയൊരു ഫീച്ചറാണ്. ഹ്യൂമൻ ഏജൻറ്റുകളും ചാറ്റ് ബോട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻബോക്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ യൂസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പാക്കേജിൽ ഇത്രയും യൂസേഴ്സിന് വരെയാണ് എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. യൂസേഴ്സിനെ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ടീമും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അവർ ഏത് ടീമിലാണ് എന്നുള്ളതൊക്കെ. ടീം ഇൻബോക്സിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത്. ബ്രോഡ്കാസ്റ്റ് നമുക്കറിയാം, നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജസുകളും ടെംപ്ലേറ്റ് അപ്രൂവൽ എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എഗെയിൻസ്റ്റ് പോളിസി, നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത മെസ്സേജ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. കാര്യം നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളിലേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഇതിനോടകം വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജസുകൾ ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കണം എന്നുള്ളതാണ്. ടെംപ്ലേറ്റ് അപ്രൂവലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ന്യൂ ടെംപ്ലേറ്റ് കൊടുക്കുന്നു. വാട്ടിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകളൊക്കെ കാണാം. ഫോർ എക്സാമ്പിൾ റിപ്പബ്ലിക് ഡേ ഡിസ്കൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടെംപ്ലേറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റ് അപ്രൂവലിലേക്ക് പോകും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 hours അകത്തൊക്കെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജസുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ നമ്പേഴ്സിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരാരും നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഒഫീഷ്യലി ഈ രീതിയിലാണ് നമ്മൾ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കേണ്ടത്. മറ്റ് തേർഡ് പാർട്ടി ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ടൂൾസുകളുണ്ട്. അത്തരം ടൂൾസുകളൊന്നും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ആവുകയോ മറ്റു പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ മെറ്റയുടെ പ്രോഡക്റ്റുകളൊന്നും ആ നമ്പറിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഓട്ടോമേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ API സർവീസിലേക്ക് ചാറ്റ് ബോട്ടുകളെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ചാറ്റ് ബോട്ട്സ് നിങ്ങൾക്ക് കാണാം. ചാറ്റ് ബോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ ചാറ്റ് ബോട്ട്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വയർ ഫ്രെയിം സെറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ബോട്ട്സുകൾ ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു
പുതിയൊരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ എനിക്കിതിനെ എഡിറ്റ് ചെയ്യാനും ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസുകൾ മാറ്റാനൊക്കെ സാധിക്കും. ഓട്ടോമേഷൻസിൻ്റെ അകത്ത് ചാറ്റ് ബോട്ട്സുകളാണ്. ആഡ് എ ചാറ്റ് ബോട്ട് കൊടുക്കാം. കാറ്റലോഗ്സ് റെസ്റ്റോറൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നു, യൂസ് ദിസ് കൊടുത്തു. ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്കത് ഗംഭീരമായിട്ട് നിങ്ങളുടെ ഇമേജസ് കൊടുത്തുകൊണ്ടും നിങ്ങളുടെ യൂസർ മെസ്സേജ് ചെയ്യാൻ സാധ്യതയുള്ള മെസ്സേജസുകളുടെ അല്ലെങ്കിൽ അതിന് ചാറ്റ് ബോട്ട് റിപ്ലൈ കൊടുക്കേണ്ട ഓരോ ബട്ടൺസും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, ഈ ലൈൻ ഡ്രോയിങ്സ് ഒക്കെ കൊടുത്ത പോലെ നിങ്ങളുടെ ടൈറ്റിൽസും നിങ്ങളുടെ മെസ്സേജസുകളും നിങ്ങളുടെ ഇമേജസുകളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഭംഗിയിൽ ചാറ്റ് ബോട്ടിനെ, ഓട്ടോമേഷൻ ചാറ്റ് ബോട്ടിനെ സെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ചാറ്റ് ബോട്ടിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് കീവേഡ് ആക്ഷൻസ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീവേഡ് ആരെങ്കിലും മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് മെസ്സേജാണ് പോകേണ്ടത് ഇതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മറ്റേടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ തേർഡ് പാർട്ടി ഇൻ്റഗ്രേഷൻസ് അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോംസുകളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ഷോപ്പിഫൈയിലേക്ക് പോകുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റോർ ഓണർ ആണെങ്കിൽ, ഷോപ്പിഫൈ ഇ കൊമേഴ്സ് സ്റ്റോർ സ്വന്തമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് വാട്സപ്പ് API ഈ ഒരു കേസിൽ വാട്ടിയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈയുടെ സ്റ്റോറിലേക്ക് ലോഗിൻ ചെയ്ത് ഷോപ്പിഫൈയുടെ മാർക്കറ്റ് പ്ലേസിൽ വാട്ടിയുടെ ആപ്പ് അവൈലബിൾ ആണ്. അബണ്ടൻ്റ് കാർട്ടിലും ഓർഡർ കൺഫർമേഷൻസിലും റിട്ടേണിലും റീഫണ്ടിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സെയിം ഡേ ഓപ്പൺ റേറ്റ്. നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആളുകൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഇന്ന് വാട്സപ്പിനാണ്. ഇമെയിലിന് ആയിക്കൊള്ളണമെന്നില്ല. ഞാനും നിങ്ങളും ഒരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ചെയ്യാറുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സോ വാട്സപ്പ് വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പല ബിസിനസ്സുകളും അവരുടെ ഇൻവോയ്സ് നിങ്ങൾക്ക് ഇന്ന് വാട്സപ്പിലാണ് അയക്കുന്നത്. പല പർച്ചേസിലും നിങ്ങളുടെ കൺഫർമേഷൻസുകൾ വാട്സപ്പിലാണ് അയക്കുന്നത്. സർവീസും സപ്പോർട്ടും മാർക്കറ്റിങ്ങിലും ഒക്കെ ആയിട്ട് ബിസിനസ്സുകൾ ഇന്ന് വളരെ വലിയ രീതിയിൽ വാട്സപ്പിനെ അവരുടെ ബിസിനസ് ആവശ്യാർത്ഥം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു വാട്സപ്പിൻ്റെ API സർവീസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള മെറ്റ ബിസിനസ് മാനേജർ ആവശ്യമാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ബേസിക് ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ഒരു ഇമെയിൽ ഐഡിയും വെബ്സൈറ്റും ഫോൺ നമ്പറൊക്കെ ഉണ്ട് എങ്കിൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത് നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് നമ്പർ വാട്സപ്പ് APIക്ക് വേണ്ടി വേണം എന്നുള്ളതാണ്. അതിൽ മറ്റു വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. API സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഒന്നും പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഡാഷ്ബോർഡിലൂടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ബിലീവ് മീ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ്സിലാണെങ്കിലും വാട്സപ്പിനെ അവരുടെ ബിസിനസ് ആവശ്യാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി ആ ബിസിനസ് തീരുമാനിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വാട്സപ്പ് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാട്സപ്പ് ചാനൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജോയിൻ നൗ. താങ്ക് യു സോ മച്ച്. കാണാം.